ഡാഡി ഇടുന്ന സാർ ഒരെണ്ണം കിട്ടി ഡാഡി ഒരുപാട് തവണ അപ്പൊ താടി പിടിച്ച് പറിച്ച് കാണുമല്ലോ. ഓ ഇങ്ങനെ പിടിക്കും. ആണോ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്ര വളർത്താറില്ലായിരുന്നു. കുറച്ച് ചെറുതാക്കി വെക്കുമായിരുന്നു. ഞാൻ വരുന്ന അറിഞ്ഞില്ല കിട്ടാത്ത ഇല്ല, ഞാൻ ഇവിടെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. അതാ പറ്റിയത്. കുറെ പടങ്ങൾ വർക്ക് ചെയ്തല്ലേ? ഓ ഞാൻ മാത്രം എന്ന ഫിലിമില്ല. ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ വർക്ക് തുടങ്ങുന്നത് ആ ഫിലിം തൊട്ടുണ്ട്. ശശിയുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പോവാം. അതൊരു ഇതാണല്ലോ, ഡയറക്ടറുടെ കൂടെ ഇത്രയും പടങ്ങൾ വർക്ക് ചെയ്യാൻ. അല്ല, അന്ന് ഇതൊരു നമ്മൾ ഇങ്ങനെ ശശിയേട്ടന് ഇഷ്ടംപോലെ പടമല്ലേ അല്ലേ? ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നു. കുടുംബം പോലെയായിരുന്നു. നമ്മൾ ഇങ്ങനെ ഓരോ മാസവും എല്ലാ സെറ്റിലും മിക്കവാറും സിനിമ ഉണ്ടാകാറുണ്ട്. എനിക്ക് ഏറ്റവും ആദ്യം ഇഷ്ടപ്പെടാൻ കാരണം ആദ്യം ഇതല്ല, എൻ്റെ ഹാൻഡ് റൈറ്റിങ്. എനിക്ക് ഈ സ്ക്രിപ്റ്റ് നോക്കിയാൽ നല്ല ഭംഗിയുണ്ടാവണം, നല്ല വൃത്തിയാകണം. അപ്പം തന്നെ നമുക്ക് ഷോട്ടൊക്കെ തനിയെ മനസ്സിൽ നിന്ന് വരും. ഇത് ഈ ഇങ്ങനെ കിച്ചു കറിച്ചാൽ ഇതില്ല. അപ്പോൾ അന്ന് മുതൽ ശശിയേട്ടൻ പറയുന്നത് നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഇതാരും അണിൽ എഴുതില്ലേ എന്ന് ചോദിക്കും. വേറെ ആരും എഴുതിയാൽ അപ്പം മാറ്റാൻ കൊണ്ട് അതിലെടുത്ത് കൊടുക്കാൻ പറയും. അത് കാരണം അവൻ അസോസിയേറ്റ് ആയപ്പോൾ പിന്നെയും കോപ്പി ചെയ്തൊക്കെ തീരുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയ ഞാൻ MT സാറിൻ്റെ എല്ലാ സ്ക്രിപ്റ്റും മിക്കവാറും എല്ലാ പടവും ഞാൻ വർക്ക് ചെയ്തിരിക്കാം. ഹംസഗീതം എന്ന് പറഞ്ഞൊരു ഫിലിം, അന്ന് ഹനുവിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഷൂട്ടിങ്. കൽക്കട്ടയിൽ വെച്ച് ഒരു പോർഷൻ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു പാച്ച് വർക്ക് മദ്രാസിൽ കുറച്ച് ചെയ്തു. ആ സമയത്ത് ഏതാണ്ട് എനിക്ക് 7 മാസമോ 8 മാസമോ മറ്റോ 7 മാസം അത്രയും ആ സമയത്ത് വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അറിയില്ലേ, വയറൊക്കെ അറിയില്ല. അതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഛർദിക്കും. ഈ ഛർദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് ഇത് വേണ്ട, നമുക്ക് എന്തെങ്കിലും നടക്കട്ടെ എന്ന് പറയും. അല്ല, അപ്പം അന്ന് അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് ഇന്നിപ്പോൾ ആരും അത് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജോലിനെ മനസ്സിലാക്കണം, ഈ ജോലിനെ അങ്ങ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. ഇതുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറകെ അങ്ങ് പോകണം. ഇത് നമ്മളുടെ പുറകിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും. അതിൻ്റെ പുറകിൽ നമ്മളുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിചാരിച്ചാൽ അത് നമ്മളെ കൂടെ എടുത്ത് ഹെൽപ്പ് ചെയ്യും.